ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കല്യാണത്തിന് പോയാലോ? കല്യാണമല്ല, കല്യാണത്തലേന്നാണ്. കല്യാണം നീലേശ്വരത്ത് വെച്ചായതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണത്തലേന്ന് പോകാമെന്ന് വെച്ചു. 5 ഫാമിലീസാണ് ഞങ്ങളുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് പോകുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ചൊരു വണ്ടിയിൽ പോകുന്നതല്ലേ. അതല്ലേ അതിൻ്റെ ഒരു രസം. അതുകൊണ്ട് തന്നെ 12 സീറ്റുള്ള ഒരു ട്രാവലറിലാണ് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത്. നിലു വളരെ സന്തോഷത്തിലാണ്. എല്ലാ കുട്ടികൾക്കും യാത്ര പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവുമല്ലോ, കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോവുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അവൾക്ക് ആമായിട്ട് ഇരുന്നു കൊണ്ട് ആ യാത്ര ആസ്വദിക്കുകയാണ്. അങ്ങനെ നമ്മൾ വളപട്ടണത്തെത്തി. പയ്യന്നൂർ എടാട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പഴയങ്ങാടി വഴിയാണ് പോകുന്നത്. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നിലു ഫുൾ ത്രിൽ മൂഡിലായിരുന്നു. അവൾ പിന്നെ അവളുടേതായ ലോകത്ത് കളിയും ചിരിയുമൊക്കെയായി ആ യാത്ര ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഏതായാലും അവൾ ആ യാത്ര ആസ്വദിക്കുമല്ലേ, എന്നാൽ നമ്മൾക്കും കൂടി അതൊന്ന് ആസ്വദിച്ചാലോ? നമ്മളിപ്പോൾ പഴയങ്ങാടി എത്തി. ഇപ്പോൾ നമ്മൾ ഏകദേശം കല്യാണ വീട്ടിലെത്താൻ പോവുകയാണ്. വണ്ടി കുറച്ച് അകലെ പാർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾ കല്യാണ വീട്ടിലോട്ട് നടക്കുകയാണ്. അവിടെ എത്തിയ ഉടനെ തന്നെ നിലു അവളുടെ ഓട്ടവും കളിയും ഒക്കെ തുടങ്ങി. ഇതാണ് കല്യാണ പെണ്ണ്. പക്ഷെ അവിടെ ഫോട്ടോ എടുപ്പും തിരക്കും കാരണം ഞങ്ങൾ ആ സമയം ഫുഡ് കഴിച്ചു. ബുഫേ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു. വീടിൻ്റെ ഡെക്കറേഷനും ലൈറ്റിങ്ങും നല്ല രസമുണ്ടായിരുന്നു. സിമ്പിളാണ്, ബട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ബന്ധുക്കളോടൊക്കെ കുശലാന്വേഷണം പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു. ഇതാണ് കല്യാണപ്പെണ്ണും കല്യാണച്ചക്കനും. കല്യാണപ്പെണ്ണ് ഡോക്ടറാണ്, ഡെൻ്റൽ സർജനാണ്. ഇതാണ് കല്യാണ വീട്ടിലേക്കുള്ള മെയിൻ എൻട്രി. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. നിലു വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ഉറക്കമായി. അങ്ങനെ യാത്ര തുടർന്നു. വണ്ടിയിൽ പിന്നെ ചിങ്കുവിൻ്റെ ഡാൻസും കളിയും ഒക്കെയായി യാത്ര ഒന്നുകൂടി കളർഫുള്ളായി. അവളുടെ ഏച്ചി ആ വീഡിയോസൊക്കെ ഫോണിൽ പകർത്തുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ പോകുമ്പോൾ പഴയങ്ങാടി വഴിയാണ് പോയതെങ്കിൽ ഇങ്ങോട്ട് വന്നത് പറശ്ശിനി വഴിയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ പറശ്ശിനി മടപ്പുര വ്യക്തമായി കാണാൻ പറ്റിയില്ല. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയെ അവരുടെ വീട്ടിലാക്കാനാണ് ഞങ്ങൾ പറശ്ശിനി വഴി വന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം വീട്ടിലെത്താനായി. വീട്ടിലെത്തിയപ്പോൾ തന്നെ നിലു എഴുന്നേറ്റിരുന്നു. പക്ഷേ അവളുടെ കളിയും ചിരിയും കുറുമ്പും ഒക്കെ വീഡിയോയിൽ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയ വീഡിയോസുമായി ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.